ഞാനൊരു എയർ ഫ്രയർ വാങ്ങി. അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കാനാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് നല്ല ഉപയോഗമാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാവരും ആദ്യമൊക്കെ ഒന്ന് എടുത്ത് നോക്കാണ്. ഫസ്റ്റൊക്കെ ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയെന്നൊന്നും അറിയാൻ പാടുണ്ടായില്ല. പിന്നെ 2-3 പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ഫങ്ഷനൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റി. നല്ല ഉപകാരമുണ്ട് കേട്ടോ. ഇതിന് വേറെ ദോഷവശങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല, പക്ഷേ നല്ല ഉപയോഗമാണ്. നമുക്ക് വെളിച്ചെണ്ണ ഓയിലൊന്നും വേണ്ട. എപ്പോഴും മീനും ഇറച്ചിയൊക്കെ വാങ്ങിക്കുന്ന വീട്ടിൽ ഇതൊരു അത്യാവശ്യമാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ക്രോംപ്ടൻ്റെ എയർ ഫ്രയറാണ് വാങ്ങിച്ചേക്കണത്. അപ്പോൾ 2000 രൂപ മുതൽ ഉണ്ട് ഇത്, പക്ഷേ അത്ര ക്വാളിറ്റി ഇല്ല. അപ്പോൾ ഇതൊരു 6000 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് കേട്ടോ ആ ബ്രഷും ക്ലിപ്പും. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ആദ്യത്തെ ദിവസം തന്നെ കുറച്ച് അയിലൊക്കെ വാങ്ങിച്ച് മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തടവി കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ആദ്യമായിട്ടതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ തടവി കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല, പെട്ടെന്ന് നമുക്ക് മറിച്ചിടുകയൊക്കെ ചെയ്യാം. ഓണാക്ക് മതി. 15 മിനിറ്റ് ഓട്ടോമാറ്റിക്കാണ്. അടുത്തതിൻ്റെ ഫങ്ഷൻ ചോദിച്ചില്ലായിരുന്നു. ഫിഷ് ഇപ്പൊ സെലക്ട് ആയിട്ടുണ്ട് ഇതില്ലേ? നോക്കിയേ ഫിഷ് എത്ര മിനിറ്റാന്ന് നോക്കിയേ. യൂട്യൂബിൽ നോക്കിയാ 15 മിനിറ്റ് പോരപ്പ. നേരത്തെ ചൂടാക്കണമെന്ന് പറഞ്ഞാ അപ്പോൾ ആദ്യമായിട്ട് അയിലൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫങ്ഷൻസ് ഒന്നും അറിയാതെ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ 2 വശം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഇതിൽ പുരട്ടുന്ന മസാലയുടെയൊക്കെ ആ ടേസ്റ്റ് അതേപോലെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ഫങ്ഷൻസൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ചെയ്താണ് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഇത് മറിച്ച് ഇട്ടില്ല, അങ്ങനെ തന്നെ വെച്ച്. അപ്പം ഒത്തിരി കരിഞ്ഞു പോയിട്ടോ, ടൈമർ അധികമായിപ്പോയി. അപ്പോൾ നമ്മൾ പകുതി ടൈമിലിട്ടിട്ട് പിന്നെ ഒന്ന് മറിച്ചിടുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ അടിവശമൊന്നും വെന്തിട്ടില്ല കേട്ടോ. അടിവശമെല്ലാം പച്ച പോലെ കിടക്കാണ്. ഒന്നപ്പോൾ മറിച്ചിടണമായിരുന്നു. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് കരിഞ്ഞു പോയി. പിന്നെ ഞാൻ കേരയാണ് വെച്ചത്. അപ്പോൾ ഇതേപോലെ ആദ്യം 11 മിനിറ്റ് വെച്ച് 11 മിനിറ്റ് വെച്ചിട്ട് ഒരു വശം ഫ്രൈ ആയി. പിന്നെ മറിച്ചിട്ടിട്ട് വീണ്ടും ഒരു 15 മിനിറ്റാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പം നമ്മൾ മീനിൻ്റെ കട്ടി അനുസരിച്ച് ടൈമറും ടെമ്പറേച്ചറൊക്കെ കൂട്ടിയിടുക. അപ്പോൾ ഓരോ എയർ ഫ്രയറിനും ഓരോ ഫങ്ഷൻസാണ്. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കേക്ക്, മീൻ, ചെമ്മീൻ, ഫ്രഞ്ച് ഫ്രൈസ്, അതിൻ്റെയൊക്കെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷനാണെന്ന് വെച്ചാൽ ഇങ്ങനെ അതുമ്പോൾ നെക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഒരു വശത്ത് ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, ഒരു വശത്ത് ടൈമും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോന്ന് ഉപയോഗിച്ച് വന്നു കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഫങ്ഷൻസൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ
അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എയറൊക്കെ പോകുന്ന കുറച്ച് ഹോൾസ് ഉണ്ടാവും. അതിൽ കൂടെ അതിൻ്റെ സ്മെല്ലൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ ജനലിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ പുറത്തോട്ട് പോകും. അപ്പോൾ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ മറിച്ചിട്ടിട്ട് വീണ്ടും 15 മിനിറ്റ് ഒന്നും കൂടി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇനി ടൈമർ വെച്ചത് കൂടുതലാണെങ്കിൽ നമുക്ക് കുറക്കാം. പിന്നെ ടെമ്പറേച്ചർ കൂട്ടിയിട്ടതും കൂടുതലാണെങ്കിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഫങ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ടെമ്പറേച്ചർ ഒന്ന് കുറച്ച്, പിന്നെ അതിൻ്റെ ടൈമറും കുറച്ച്. രണ്ടാമത് 15 മിനിറ്റ് വെച്ചത് കൂടുതലായി. അപ്പോൾ ഞാനൊന്നും കൂടി ടൈമർ കുറച്ച് ഇട്ടതാണ്. അപ്പോൾ അത് ഫ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് വരുമ്പോൾ നമുക്കറിയാം കേട്ടോ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെന്ന്. പിന്നെ ഇതിൽ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. കട്ട്ലൈറ്റൊക്കെ നമുക്ക് ഇതിൽ വയ്ക്കാം. അതൊന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഓരോന്ന് ഉണ്ടാക്കി നോക്കണുള്ളൂ. ഇപ്പോൾ മീൻ, ചിക്കൻ, ബീഫ് അതൊക്കെയാണ് കേട്ടോ ആദ്യം ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇത് ഓഫായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വിസിൽ വരും. ഒരു 5 വിസിൽ പോകും. അത് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുക്കണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ ചൂടാറാതെ കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എടുക്കണില്ല. അപ്പോൾ അതിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചൂടൊന്നും പോകാതെ അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നോളും. പിന്നെ ഞാൻ പൊറോട്ട കുറച്ച് ബാക്കിയിരുന്നായിരുന്നു. അതൊന്ന് ചൂടാക്കി കൊടുത്ത്. അപ്പോൾ ഒരു 3 ആളിനൊക്കെ ഒരുമിച്ചിട്ടിട്ട് ചൂടാക്കി എടുക്കാം. പിന്നെ ബ്രെഡ് ഇതേപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാത്തിൻ്റെ മുകൾ ഭാഗമാണ് ആദ്യം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞോണം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് അടിയിലുള്ളതൊക്കെ വീണ്ടും ഒന്ന് മൊരിഞ്ഞ് വരുള്ളൂ. പിന്നെ ഞാൻ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുമല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാതെ ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കറി വയ്ക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്കങ്ങനെ അധികം മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. മൊത്തം ഒന്ന് വെന്തിട്ടൊന്ന് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നാൽ മതി. അപ്പം ഇങ്ങനെയൊക്കെ ചിക്കൻ അധികമൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ അടിയിലെ പാത്രത്തിൽ നന്നായിട്ട് വന്ന് കിടക്കും. ഇപ്പോൾ ചിക്കനൊക്കെ ഒരു 30-35 മിനിറ്റൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 15 മിനിറ്റ് 200 ഡിഗ്രിയിൽ ഇടാണ്. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി 15 മിനിറ്റ് വയ്ക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തം 30 മിനിറ്റൊക്കെ മതി ചിക്കൻ ഫ്രൈ ആവാനായിട്ട്. ബീഫൊക്കെ ഒരു 35 മിനിറ്റൊക്കെ വേണ്ടി വരും. അപ്പോൾ ചിക്കൻ കറി വയ്ക്കാനുള്ള പാകത്തിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അടിയിലുള്ളതെല്ലാം വെന്തിട്ടുണ്ടാവും. എന്നാലും ഒരു വെള്ളം പോലെ ഇരിക്കും, വെള്ളമൊക്കെ വറ്റാത്ത കൂട്ടിയിരിക്കും. അപ്പം നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് എത്ര മിനിറ്റാണ് വയ്ക്കണതെന്നനുസരിച്ചിട്ട് വച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി വയ്ക്കാൻ നേരത്ത് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. അപ്പോൾ അത്രയും വെളിച്ചെണ്ണ ലാഭമാവും. കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ പറ്റിയൊരു ഐഡിയ ആണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ഇത്ര അധികം മീനൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് പൊരിക്കുമ്പോൾ ഇത്രയും ഒരുമിച്ചിട്ട് പൊരിക്കാൻ പറ്റില്ല.
പിന്നെ ഞാൻ കുറച്ച് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുകയാണ്. ബീഫൊക്കെ വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം വേണമല്ലോ. അപ്പോൾ ഇതിലിട്ടൊന്ന് ആദ്യമായിട്ട് ഫ്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പം ഞാനൊരു എത്ര അപ്പം ഞാനൊരു 200 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് വച്ചേക്കുന്നത്. ബീഫായതുകൊണ്ട് നന്നായിട്ട് വേവണമല്ലോ. അപ്പോൾ ഇത് കുറച്ച് ബീഫായതുകൊണ്ടും പിന്നെ അത്രയും ടൈം വച്ചത് കൊണ്ടും പിന്നെ മറിച്ചിടേണ്ട വലിയ ആവശ്യം വന്നില്ല. അടിഭാഗമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പ്രാവശ്യം വെച്ചോളൂ, പിന്നെ മറിച്ച് ഇട്ടിട്ടൊന്നും വച്ചില്ല. അപ്പോൾ നല്ല ടേസ്റ്റുണ്ട് ബീഫ് കഴിക്കാനായിട്ട്. നമ്മൾ വെളിച്ചെണ്ണയിലിട്ടൊക്കെ പൊരിക്കുമ്പോൾ അതിൽ പുരട്ടിയേക്കണ പൊടികളെല്ലാം മസാലയൊക്കെ കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അടിപൊളിയായിട്ട് ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യണത് കൊണ്ട് കുറച്ചാണ് ഒന്ന് ഫ്രൈ ആക്കാൻ വെച്ചുള്ളൂ. പിന്നെ ഞാൻ ചിക്കൻ എൻ്റെ വലിയ പീസൊക്കെ ഫ്രൈ ആക്കാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കാതെ ഇതിൽ വെച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒന്നും തേച്ച് കൊടുക്കാറില്ല കേട്ടോ. വേണമെങ്കിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രില്ല് ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് എന്തോരത്തോളം അത് ഫ്രൈ ആവാനുണ്ടോ അതനുസരിച്ച് ടൈം രണ്ടാമത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് അടിഭാഗമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നാലും ചെറുതായിട്ടൊന്നും കൂടി ഫ്രൈ ആവാനുള്ള തന്നെ ഞാനൊന്ന് മറിച്ച് ഇട്ടിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പഴം ഫ്രൈ ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പഴത്തിൻ്റെ അകത്ത് ഏത്തപ്പഴത്തിൻ്റെ അകത്ത് തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ മോൾക്ക് ആദ്യം വെളിച്ചെണ്ണയിലിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് സമയം വേണം, പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ടി വരും. അപ്പോൾ ഇത് കിട്ടിയ പിന്നെ ഇത് നല്ല എളുപ്പമായിട്ട് കിട്ടി. മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണ്. സ്കൂളിലൊക്കെ കൊണ്ടുപോകാനും ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ എയർ ഫ്രയർ വാങ്ങിച്ചതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് നല്ല ഉപകാരമായിട്ടോ. അപ്പോൾ പഴമൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് വയ്ക്കുന്നത്. പഴമൊക്കെ ഞാനൊരു 10 മിനിറ്റേ വയ്ക്കണുള്ളൂ. പഴമൊന്നും അധികം സമയം വേവാനില്ലല്ലോ. പിന്നെ അത് മറിച്ചിട്ട് കൊടുക്കണില്ല. പഴമൊക്കെ ഞാനൊരു പ്രാവശ്യം വെച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു ദിവസം വട്ടയപ്പം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇടിയപ്പച്ചമ്പൊക്കെ എടുക്കണ മടിയും കൊണ്ട് ഇതിലൊന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ടൈമറൊക്കെ സെറ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രൈ മുരിഞ്ഞതാവാതെ നമ്മൾ ആവിയിൽ വേവിക്കും പോലെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊരു പകുതി ടൈമർ വെച്ചിട്ട് പിന്നെ മുകൾ ഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ വരട്ടി കൊടുത്തത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് മുകളിൽ വെളിച്ചെണ്ണ വരട്ടി കൊടുക്കാത്തത് കൊണ്ട് മുകൾ ഭാഗം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് മറിച്ചിട്ട് കഴിയുമ്പോൾ അടിഭാഗം നല്ല ആവിയിൽ വേവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇനി കരിഞ്ഞു പോകുമെന്ന് ഓർത്തൊരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഇത് ഒഴിച്ചു കൊടുത്തത്. അടിഭാഗം നമ്മൾ ആവിയിൽ വേവിക്കും പോലെ ഉണ്ട്, മുകൾ ഭാഗം വരണ്ടോണാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ പകുതി ടൈമർ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ പെറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ചെയ്തത്. ഇനി കട്ട്ലേറ്റ്, സമൂസ, പപ്സൊക്കെ ഉണ്ടാക്കി നോക്കണം.
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.